ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷുർ CMA മലയാളം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 10 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സ്റ്റഡി നോട്ട് 9 ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ തിയറീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നാണ് അറിയേണ്ടത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് കിട്ടേണ്ട മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രത്തോളം ആണ് എന്നുള്ളത് ഒരു കമ്പനി ഡിറ്റർമൈൻ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര വരും എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനിലൂടെയാണ്. ഇപ്പോൾ ചില കമ്പനീസ് കൂടുതലും ഡെപ്റ്റായിട്ടായിരിക്കും റൈസ് ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്സ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു, എക്സ്ട്രാ അഡീഷണൽ ഫിനാൻസ് ഡെപ്റ്റിലൂടെ റൈസ് ചെയ്യുന്നു. ചില കമ്പനീസ് ഇപ്പോൾ ലോസ് ഒക്കെ സഫർ ചെയ്യുന്ന ഒരു കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഡെപ്റ്റ് റൈസ്, അതായത് വീണ്ടും നമ്മൾ ഡെപ്റ്റ്സ് ഒന്നും വാങ്ങിക്കൂട്ടില്ല. കാരണം അതിന് ഇൻട്രസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് പേ ചെയ്യാനായിട്ട് ഇവർക്ക് ഫിനാൻസ് ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കമ്പനി ഇൻ കേസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും അവസാനം മാത്രമാണ് അവർക്ക് കൊടുക്കുകയുള്ളൂ. ഇനി അവർക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല, നമ്മുടെ കയ്യിൽ മിച്ചമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയില്ല. അപ്പോൾ അത്രത്തോളം റിസ്ക് കുറവാണ്. എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടുതലാണ്, പക്ഷേ കമ്പനിയെ സംബന്ധിച്ച് ഡെപ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർസിന് റിസ്ക് കുറവാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏത് കോമ്പിനേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില കമ്പനീസ് 30% ഡെപ്റ്റ് ആയിരിക്കും, 70% ഇക്വിറ്റി ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഷെയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വഴിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ കുറിച്ചാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് പെർപെച്വൽ ഓർ ഇർറെഡീമബിൾ ഡെപ്റ്റ്. അപ്പോൾ ഡെപ്റ്റിന് നമ്മൾ കൊടുക്കുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് ഒക്കെ കൊടുത്ത് ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ കമ്പനീസൊക്കെ ഡെപ്റ്റ് കൂടുതൽ റൈസ് ചെയ്യും. കാരണം ഒരു ടാക്സ് ബെനിഫിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് പെർപെച്വൽ ഓർ ഇർറെഡീമബിൾ ഡെപ്റ്റ്. അതായത് നമ്മൾ ഒരിക്കലും ഈ ഡെപ്റ്റ് തിരിച്ച് റീപേ ചെയ്യുന്നില്ല. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന ടൈം അല്ലാത്ത ഒരു ടൈമിൽ നമ്മളിത് റീപേ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതാ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് എപ്പോഴും KD എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. KD ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ P ഇൻറ്റു 1 - T. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, P എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഡെപ്റ്റ് ആണ്, ഡെപ്റ്റ് ഓർ ഡിബെഞ്ചർ. പിന്നെ അറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് ആ P എന്ന് പറയുന്നത്. ദെൻ 1 - T എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ആണ്. ടാക്സ് റേറ്റ് നമ്മൾ വണ്ണിൽ നിന്ന് ലെസ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ പെർപെച്വൽ ഓർ ഇർറെഡീമബിൾ ഡെപ്റ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. 1 - T എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ടാക്സിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന വഴി കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് ലെസ് ചെയ്യുന്നത്. ഇതാണ് പെർപെച്വൽ ഓർ ഇർറെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെഡീമബിൾ ഡെപ്റ്റ് ആണ്. റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും അത് ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സേ ഒരു 5 ഇയേഴ്സിലേക്കോ 10 ഇയേഴ്സിലേക്കോ ഒക്കെ നമ്മളൊരു ഡെപ്റ്റ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് എമൗണ്ട് ഒക്കെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അവർക്ക് തിരിച്ചു കൊടുക്കണം. സോ റെഡീമബിൾ ഡെപ്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ KD, അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T പ്ലസ് F - S ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ F പ്ലസ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഇക്വേഷൻസ് കാണുമ്പോൾ ഇത്ര വലുതാന്ന് തോന്നും, പക്ഷെ നമ്മളൊരു 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് പറഞ്ഞു നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് I എന്താണെന്നറിയാം, ഇൻട്രസ്റ്റ്. 1 - T എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആയതുകൊണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ചു 1 - T പ്ലസ് F എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. S എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആണ്. റെഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണെന്ന് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ 100 രൂപയുടെ ഡിബെഞ്ചർ നമ്മൾ റിഡംഷൻ നടത്തുന്നത് 105 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ F എന്ന് പറയുന്നത് 105 റുപ്പീസാണ്. ദെൻ S എന്ന് പറയുന്നത് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ 105 രൂപയുടെ ഡിബെഞ്ചർ നമ്മൾ സെയിൽ ചെയ്യുന്നത് 110 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു 110 രൂപയാണ് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത്, ഡിവൈഡഡ് ബൈ നമ്മുടെ F പ്ലസ് Sൻ്റെ ആവറേജ്, F പ്ലസ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100. ഇതാണ് റെഡീമബിൾ ഡെപ്റ്റിൻ്റെ ഇക്വേഷൻ. KD ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 - T പ്ലസ് F - S ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ F പ്ലസ് S ഡിവൈഡ് ബൈ 2 ഇൻറ്റു 100. ഓക്കെ, ഇത് നമുക്ക് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡീമബിൾ വാല്യൂ ആണെന്നറിയാം, S എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണെന്നറിയാം. അത് മാത്രം മെയിനായിട്ട് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. I ഇൻട്രസ്റ്റ് ആണ്, T ടാക്സ് ആണ്, N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ദെൻ ഡിവൈഡ് ബൈ ചെയ്യുന്നത് നമ്മൾ ആവറേജ് ആണ്, F പ്ലസ് Sൻ്റെ ആവറേജ് ആണ്.
ഇതാണ് റെഡീമബിൾ ഡെപ്റ്റ്. നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഫസ്റ്റ് പെർപെക്ച്വൽ ഓർ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. അതായത് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് റീപേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഡിവിഡൻഡ്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു ഡിവിഡൻ്റ് ആണല്ലോ അവർക്ക് പേ ചെയ്യുന്നത്. സോ ഡിവിഡൻറ്റിന് ടാക്സ് ഉണ്ട്. ആ ടാക്സ് പേ ചെയ്യുന്നത് കമ്പനിയാണ്. കമ്പനി പേ ചെയ്തിട്ടാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുള്ളൂ. സോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കുന്നത് മെയിൻലി കമ്പനീസാണ്. സോ നമുക്ക് എന്താണ് ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം അല്ല. അതുകൊണ്ട് നമ്മൾ ആ നേരത്തെ, അതായത് ഡെപ്റ്റിനകത്ത് നമ്മൾ ഡിവിഡൻറ്റിനെ ടാക്സിനെ ലെസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ഡിവിഡൻഡ് ടാക്സിനെ ആഡ് ചെയ്യും. അവിടെ വെറും ടാക്സ് ആണ്, ഇവിടെ ഡിവിഡൻഡ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർപെക്ച്വൽ ഓർ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ നോക്കാം. കെ പി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റാണ് നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പി പ്രിഫറൻസ് ഷെയർ. കെ പി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 1 + DT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ പ്രൊസീഡ്സ്. ഡി എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണ്, ഡി ടി എന്ന് പറയുന്നത് ഡിവിഡൻഡ് ടാക്സ് ആണ്. ഡിവിഡൻഡ് ടാക്സ് എന്ന് സെപ്പറേറ്റ് പറഞ്ഞാലാണ് അത് എടുക്കേണ്ടത്, അല്ലാത്ത പക്ഷം അത് എടുക്കണ്ട. എൻ എസ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് അറ്റ് കറണ്ട് മാർക്കറ്റ് വാല്യൂ. നെറ്റ് സെയിൽ പ്രൊസീഡ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതാണ് പെർപെക്ച്വൽ ഓർ ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ. കെ പി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 1 + DT ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ പ്രൊസീഡ്സ്, അതായത് എൻ എസ്. നെക്സ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. നമുക്കറിയാം ഒരു 10 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 വർഷം കഴിയുമ്പോൾ നമ്മളത് റിഡീം ചെയ്യണം. അതിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കെ പി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 1 + DT പ്ലസ് RV മൈനസ് NS ഡിവൈഡഡ് ബൈ N ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NS ഡിവൈഡഡ് ബൈ 2 × 100. ഇവിടെ നമ്മൾ ഡെപ്റ്റിൻ്റെ റെഡീമബിൾ പഠിച്ചതുപോലെ തന്നെയാണ്. പകരം നമ്മൾ 1 - T എന്ന് അവിടെ എഴുതുന്നതിന് പകരം 1 + DT ഡിവിഡൻഡ് ടാക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡി ഇൻറ്റു 1 + DT എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഇൻറ്റു 1 + ഡിവിഡൻഡ് ടാക്സ് പ്ലസ് RV എന്ന് പറയുന്നത് റെഡീമബിൾ വാല്യൂ ആണ്, മൈനസ് NS എന്ന് പറയുന്നത് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണ്, ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ആവറേജ് RV + NSൻ്റെ ആവറേജ് RV + NS ഡിവൈഡഡ് ബൈ 2 × 100. അതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഇക്വിറ്റി ക്യാപിറ്റലിൽ പല മോഡലുണ്ട്. ഗ്രോത്ത് ഫേം ആണെങ്കിൽ എങ്ങനെയാണ്, നോ ഗ്രോത്ത് ഫേം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ഒരു ക്യാപിറ്റൽ അസറ്റിംഗ് പ്രൈസിംഗ് മോഡലാണെങ്കിൽ എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് നമുക്ക് ഡിവിഡൻഡ് മോഡൽ നോക്കാം, അതായത് നോ ഗ്രോത്ത് മോഡൽ. ഇവിടെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവിടെ ആരും ഡിനോട്ട് ചെയ്യുന്നില്ല. ഗ്രോത്ത് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഗ്രോത്ത് മോഡലിൻ്റെ ഇക്വേഷൻ എടുത്ത് ചെയ്യുന്നത്. നോ ഗ്രോത്ത് മോഡലാണെന്നുണ്ടെങ്കിൽ കെ ഇ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റിൻ്റെ കെയും ഇക്വിറ്റിയുടെ ഇയും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ P0. ഈ D1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഡിവിഡൻഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. ഇനി നമുക്ക് D1 നേരിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് D0, അതായത് D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D0 × 1 + G ആണ്. ഓക്കെ, ഇനി G കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ B × R ആണ്. B എന്ന് പറയുന്നത് 1 - പേ ഔട്ട് റേഷ്യോ. പേ ഔട്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ ഇത്ര ശതമാനം പേ ഔട്ട് റേഷ്യോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കും. ഇത്ര ശതമാനം എന്നല്ല, ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇത്ര ഇപ്പോൾ 2 രൂപയായിരുന്നു ഡിവിഡൻഡ്, അതിൻ്റെ 50% പേ ഔട്ട് റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു 50% നമ്മൾ എടുക്കുന്നു. സോ B ഈസ് ഈക്വൽ ടു 1 - പേ ഔട്ട് റേഷ്യോ. ദെൻ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, P0 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണ്. നോ ഗ്രോത്ത് മോഡലാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് D1 / P0 ഉള്ളൂ. ശരിക്കും D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. D0 എന്ന് പറയുന്നതാണ് നമ്മൾ കറണ്ട് ഇയർ ഡിവിഡൻഡ് ആയിട്ട് കാണിക്കുന്നത്. അത് 2-3 ക്വസ്റ്റ്യനിൽ നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ എന്നാലും പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്. D1 എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്, D0 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, സോറി. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, D0 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ഡിവിഡൻഡ്. അപ്പോൾ D1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D0 × 1 + G ആണ്. G എന്ന് പറയുന്നത് B × R ആണ്. B എന്ന് പറയുന്നത് 1 - പേ ഔട്ട് റേഷ്യോ ആണ്. R റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. P0 എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആണ്. ഇതാണ് നോ ഗ്രോത്ത് മോഡൽ. ഇവിടെ ഗ്രോത്ത് എന്ന് പറയുന്നൊരു കാര്യം ഇല്ല. ഓക്കെ, അടുത്തത് ഗ്രോത്ത് മോഡലാണ്. ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ ഗോർഡൻ മോഡൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ K ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ P0 പ്ലസ് G. ഇവിടെ D1 എന്ന് പറയുന്നത് D0 × 1 + G തന്നെയാണ്. G കണ്ടുപിടിക്കുന്നത് B × R ആണ്.
ബി എന്ന് പറയുന്നത് 1 - പേ ഔട്ട് റേഷ്യോ ആണ്. P0 സെയിം ആണ്, നെറ്റ് സെയിൽ പ്രൊസീഡ്സ് ആണ്. ഇതാണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡലിൽ അല്ലെങ്കിൽ ഗോർഡൻ മോഡലിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നത്. ഇവിടെ D1/P0 + G ഒരു ഗ്രോത്തും കൂടെ വരുമെന്ന് മാത്രം. അടുത്തത് നമ്മൾ നോക്കുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, വെയ്റ്റ് ഇൻറ്റു കോസ്റ്റ്. ഇപ്പോൾ വെയ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് വെയ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പ്ലസ് വെയ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് വെയ്റ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു കോസ്റ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ KW ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഇക്വിറ്റി, അതായത് WE ഇൻറ്റു KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് WD ഇൻറ്റു KD അതായത് വെയ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പ്ലസ് WP ഇൻറ്റു KP വെയ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് WR ഇൻറ്റു KR വെയ്റ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു കോസ്റ്റ് ഓഫ് റിട്ടേൺ. ഇതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ 30% ആണ് ഡെപ്റ്റ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഡെപ്റ്റിൻ്റെ വെയ്റ്റ് 30% ആണ്. അതിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് നമ്മളത് കണ്ടുപിടിക്കും. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലാണ്. CAPM എന്നാണ് അതിന് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബീറ്റ ഫാക്ടർ വരുന്നുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഫാക്ടർ ഓഫ് RM മൈനസ് RF. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും സെക്യൂർഡ് ആയിട്ടുള്ളൊരു ബോണ്ടിൽ, ഇപ്പോൾ സേവിങ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതിനകത്തൊക്കെ അല്ലെങ്കിൽ ട്രഷറി ബോണ്ടിലൊക്കെ ഇത്ര റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിസ്ക് ഫ്രീ ആണ്. ട്രഷറി ബോണ്ടിൽ നിന്നൊക്കെ നമുക്ക് കൺഫേം ആയിട്ടും ഒരു റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പാണ്. സോ അതുകൊണ്ട് നമ്മളത് RF റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ബീറ്റ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ്, അതായത് ആ ഒരു സെക്യൂരിറ്റിയുടെ ബീറ്റ എത്രയാണോ അത്രയും. ദെൻ RM എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ, ആ ഒരു മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത്. RF എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞൊരു ഐറ്റം തരും. അതെന്ന് പറയുന്നത് RM മൈനസ് RF എന്ന് ഡയറക്റ്റ് തരുന്നതാണ് ഈ റിസ്ക് പ്രീമിയം. ഇതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു RF പ്ലസ് ബീറ്റ ഫാക്ടർ ഓഫ് RM മൈനസ് RF. RM മൈനസ് RFന് വേറൊരു പേരെന്ന് പറഞ്ഞാൽ റിസ്ക് പ്രീമിയം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് RM മൈനസ് RF ആണ്. ദെൻ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ബീറ്റ ഫാക്ടർ. RM എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. RM മൈനസ് RF എന്ന് പറയുന്നത് റിസ്ക് പ്രീമിയം. ഓക്കെ, ഇതാണ് മെയിൻലി നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്ന ഇക്വേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോയിന്റിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പിൽ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിക്ക് എടുത്ത് നോക്കുന്ന രീതിക്ക് ഇതൊന്ന് കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇക്വേഷൻസ് നമ്മൾ ഒരു 5-6 വട്ടമൊക്കെ നമ്മളൊന്ന് റിപ്പീറ്റ് അടിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോസിൽ ഇതിന് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക.